ആരാണ്? ഞാൻ ലതയുടെ ചേട്ടനാണ്. വന്നത്? മോഹൻ അറിയാമല്ലോ. ഇല്ല, എനിക്കറിയില്ല. മോഹൻ, തെറ്റെല്ലാവർക്കും പറ്റും. പക്ഷേ അത് തിരുത്തുന്നതാണ് നല്ലത്. മനസ്സിലായില്ല. ഇതിൽ കൂടുതൽ ഞാൻ മനസ്സിലാക്കി തരണോ? നിർബന്ധമില്ല. എന്നാൽ എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ അനുജത്തിയുടെ ഭാവി നശിക്കരുതെന്ന്. ഇതൊക്കെ ഇപ്പോൾ എന്തിന് എന്നോട് പറയുന്നു? മോഹൻ, നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ഞാൻ എന്തിനു ഒഴിഞ്ഞു മാറണം? നിങ്ങൾ പറയുന്ന ലതയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല മിസ്റ്റർ. അങ്ങനെ പറയരുത് മോഹൻ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നത് എന്റെ അനുജത്തിക്ക് വേണ്ടിയാണ്. അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അവളെ രക്ഷിക്കും. അവൾ ഗർഭിണിയാണ് മോഹൻ. നോൺസെൻസ്. അവൾ ഗർഭിണിയാണെങ്കിൽ ഞാൻ എന്ത് വേണം? നാട്ടിൽ ഒരുപാട് ആമ്പിള്ളേരും അവരോടൊക്കെ ചെന്ന് അന്വേഷിക്കും. മോഹൻ, പേടിപ്പിക്കണ്ട. വീട്ടിലൊരു പട്ടി ഉണ്ടെങ്കിൽ അതിനെ ചങ്ങലയിട്ട് പൂട്ടണം. അല്ലാതെ തെരുവിലേക്ക് വിട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മോഹൻ, സൂക്ഷിച്ച് സംസാരിക്കണം. ആരോ ഗർഭിണിയാക്കിയ സഹോദരിക്ക് ഭർത്താവിനെ അന്വേഷിച്ച് കിടക്കുന്ന നിങ്ങളോട് എന്ത് സൂക്ഷിക്കാൻ? മോഹൻ, ക്ഷമയ്ക്കും ഒരു അതിലുണ്ട്. ഇറങ്ങണ പുറത്ത്. സുധ എവിടെ? ഇതെന്റെ വീടാണ്. അദ്ദേഹമാണ് എന്റെ ഭർത്താവ്. ഗോപിയേട്ടൻ വന്നത്? ഒന്നുമില്ല. സഹോദരിയുടെ കാമുകനെ അന്വേഷിച്ചു വന്നു അല്ലേ? സുധേ, നീ? ഞാനെല്ലാം അറിഞ്ഞു. ലതയെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അവളെ സഹായിക്കാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ട്. എന്റെ ജീവിതം ഞാൻ അവൾക്ക് കൊടുക്കും. വേണ്ട, നിന്റെ ജീവിതം തകരരുത്. നീ ഒരു ഭാര്യയാണ്. കാമുകിയേക്കാൾ എത്രയോ വലുതാണ് ഭാര്യ. ഭാര്യ. നിന്റെ പഴയ ഗോപിയേട്ടൻ അല്ലേ? എനിക്കറിയാം. ഞാൻ ഈ അടുത്ത കാലത്താണ് കാണുന്നത്. പക്ഷേ നേരത്തെ കേട്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ വിവാഹരാത്രി. അന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, നീ ഓർക്കുന്നുണ്ട്? അപ്പോഴാണ് നിന്റെ നാട്ടുകാരനൊരു ചെല്ലപ്പൻ പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞു. നിന്നെ ഒരു പഴയ എച്ചിലല്ല പോലെ അയാളന്ന് എനിക്ക് വലിച്ചെറിഞ്ഞു തന്നു.
ഇന്ന് അയാളുടെ സഹോദരിയോടാണെങ്കിൽ പോലും അതേ നാണയത്തിൽ അതിനുള്ള പ്രതികാരം ഞാൻ ഭംഗിയായി നിർവഹിച്ചു. ഇതിന്റെ പേരാണ് പ്രതികാരം? ചേട്ടാ, എല്ലാ പരിശുദ്ധിയോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല. എന്താണ് കാര്യമെന്ന് പോലും ഇപ്പോഴാണ് പറയുന്നത്. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ ഈ നിമിഷം വരെ എന്നോട് സ്നേഹത്തിൽ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിൽ ഒരു സ്ത്രീയും ക്ഷമിക്കാത്ത നിന്നയും അപമാനവും ഞാൻ സഹിച്ചു. ആരുമില്ലാത്ത എന്നെ എന്തിനാ ചേട്ടാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആരുമില്ല. നിന്റെ പഴയ കാമുകൻ കൂടെ തന്നെ ഉണ്ടല്ലോ, എന്തിനും എപ്പോഴും. ചേട്ടൻ എന്നെ പറ്റി എങ്ങനെ വേണമെങ്കിലും ധരിച്ചോളൂ. ആ സംശയം മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ചേട്ടാ, വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. ഇന്ന് വരെ ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. ലതയെ കല്യാണം കഴിക്കാനായിരിക്കും. അതെ ചേട്ടാ, അവൾക്കൊരു ജീവിതം കൊടുക്കൂ. ചേട്ടന് വേണ്ടി എല്ലാം കാഴ്ചവെച്ച ആ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നീ, ഞാൻ താലി കെട്ടിയ പെണ്ണ് മറ്റൊരുവന്റെ കാമുകയായിരുന്നു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ നിന്നെയും നിന്റെ വർഗത്തെയും ഞാൻ വെറുത്തു തുടങ്ങാം. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല, ഒന്നിനെയും. മനുഷ്യനില്ല, മൃഗമാണ്, മൃഗം. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനിവിടെ കാലുകുത്തില്ല. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനിവിടെ കാലുകുത്തില്ല. എന്ത് ചെയ്യും? എന്റെ ചേട്ടൻ അറിഞ്ഞാൽ ചേട്ടൻ ഇത് സഹിക്കാനാവില്ല. ചേച്ചി, ധൈര്യമായി പൊയ്ക്കോളൂ. എന്റെ ജീവൻ കൊടുത്താണെങ്കിൽ പോലും ഞാൻ നിന്നെ സഹായിക്കാം. സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. നീതി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? യെസ് സർ. സാറിനി എന്നാണ് തിരിച്ചു വരുന്നത്? എന്നാണെന്നറിയില്ല. അത്യാവശ്യം വല്ലതുമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഞാൻ വീട്ടിൽ തന്നെ കാണും. ശരി സർ. അപ്പോ ഞാൻ പോട്ടെ സർ. ആ. ഹലോ, ആരാണ്? സുധേ, ഞാനാണ് ഗോപി. എന്താ ഗോപിയേട്ടാ? ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നിനക്കെന്താ? നീ കരയുകയാണോ? ഇല്ല, ഗോപിയേട്ടൻ എന്താ വിളിച്ചത്? ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്.
കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. അതിനു മുമ്പ് നിന്നെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. ഞാനും പോവാണ് ഗോപിയേട്ട. എങ്ങോട്ട്? എങ്ങോട്ട്? ഞാനും എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഓ, അവിടേക്കോ? ആ ഗ്രാമം, അതിന്റെ ഭംഗി, സുധ, ആ ഓർമ്മകൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഓർമ്മകൾ. അതെ ഗോപിയേട്ട, ഞാനും അതെല്ലാം ഓർക്കുന്നു. ഗോപിയേട്ടൻ അന്ന് എനിക്ക് തന്ന പിറന്നാൾ സമ്മാനം പോലും എന്റെ അടുക്കലുണ്ട്. എപ്പോഴും അതെന്റെ അടുക്കലുണ്ടായിരുന്നു. നീ എന്നാണ് തിരിച്ചു വരുന്നത്? വരാനോ? എവിടെ? ഞാൻ ഒരിക്കലും ഒരിക്കലും തിരിച്ചു വരില്ല ഗോപിയേട്ട. സുധേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഗോപിയേട്ട, എനിക്കൊരു സഹായം ചെയ്യാമോ? ഒന്നിവിടം വരെ വരാമോ? എനിക്ക് ഗോപിയേട്ടനെ ഒന്നുകൂടി കാണണം. സുധേ, ഞാനിതാ വരുന്നു. സുധേ, സുധേ. രാഗപരാഗം തൂകി വരും തങ്കത്തേരിലെ വെണ്ണില കന്യക പോ എന്നാത്മവേദിയിൽ കാന്തിയായി വന്നു നീ എൻ പ്രിയ കാമ